ഹലോ, സിൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ. ഇത് കണ്ടോ, ഇതേ നല്ലൊരു ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ക്രഷ്ഡ് ഓർഗൻസയാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ വെക്കുമ്പോഴേ ശരിക്കും നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതായത് ഓർഗൻസാന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ഒരു ധാരണയുണ്ട്, ഇത് പിടിച്ചാൽ നിൽക്കില്ല, അങ്ങനെ ഒന്ന് പൊന്തി നിൽക്കും, ഭയങ്കര ട്രാൻസ്പെറൻസി എല്ലാത്തിനും ഉണ്ട് ഓർഗൻസിൽ. അത് ക്രഷ്ഡ് കൂടി ആകുമ്പോൾ കുറച്ച് ഒരു അത് നമ്മൾ ലൈനിങ്ങും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കൂടുതലും ആൾക്കാർ ചിന്തിക്കുന്നത്. ഓർഗൻസാന്ന് പറഞ്ഞ വഴിക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങില്ല, പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് പൊന്തി നിൽക്കും, സ്റ്റിഫായി നിൽക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ക്രഷ്ഡ് ഓർഗൻസയാണ്. നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു ബോഡിയാണ്, ഒരു തുണിയാണ് കേട്ടോ വരുന്നത്. അതെ, നല്ലൊരു ഗോൾഡൻ യെല്ലോ, അതായത് നമ്മുടെ ഒരു മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഫുൾ ബോഡി ഇങ്ങനെ ഗോൾഡൻ ത്രെഡും സീക്വൻസ് ആയിട്ടുള്ള ഇത് ചെയ്തു പോയിട്ടുണ്ട്, കണ്ടില്ലേ? അതാണ് അങ്ങനെയാണ് മുകളിലത്തെ ഒരു പോർഷൻ വരുന്നത്. ഇനി താഴത്തെ പോർഷൻ വരുമ്പോൾ അതെ ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. ഇതേ കണ്ടോ, അത് അടുപ്പിച്ച് ഗോൾഡൻ ത്രെഡിൽ നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇങ്ങനെ ഇതേപോലെ ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. താഴത്തെ പോർഷനായിട്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, ഒരു 48-49 അങ്ങനെ അതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാവുന്ന അത്രയും ഇതിൽ ലെങ്ത്തിലുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് 2.5 മീറ്റർ ലെങ്ത്തിലുള്ള മെറ്റീരിയലാണ്. ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ക്രഷ്ഡ് ഓർഗൻസാന്ന് പറയുമ്പോഴേ ഇതേ ആ മെറ്റീരിയലിൻ്റെ ആ സ്റ്റഫ് കണ്ടോ, ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ചുളിവായിട്ട് കാണുന്നില്ലേ, ഇതേ മടക്ക് ഇങ്ങനെ, അതാണ് കേട്ടോ ക്രഷ്ഡ് ഓർഗൻസാന്ന് പറയുന്നത്. അതാണ് മെറ്റീരിയൽ വരുന്നത്. ഇനി ദുപ്പട്ട കണ്ടോ, ഇതേപോലെ 2 സൈഡും സ്കാലപ്പ് ചെയ്ത വർക്കുള്ളതാണ്. ഈ സൈഡിലും വരുന്നുണ്ട്, ഈ സൈഡിലും വരുന്നുണ്ട്. ഫുൾ ബോഡിയിൽ ആ ഗോൾഡൻ ത്രെഡും സീക്വൻസും വെച്ചിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ട, ഇതിങ്ങനെ ഇതൊരു 2.25 2.5 ഇടയ്ക്കാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് കേട്ടോ. ഫുൾ 2.5 മീറ്റർ ഇല്ല, പക്ഷെ 2.25 2.5 ഇടയ്ക്ക് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നുണ്ട്. ഇതാണ് ബോട്ടം തരുന്നത് കേട്ടോ. ബോട്ടും ലൈനിങ്ങും ഒരുമിച്ച് ഒരു 4 മീറ്റർ അങ്ങനെ തരുന്നത്. അപ്പോൾ ഒരുമിച്ച് തരുമ്പോഴേ അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ്ങിനും തികയും ബോട്ടത്തിനും തികയും. അതിനു വേണ്ടിയാണ് ഒരു ഒരുമിച്ച് തരുന്നത്. 2 പീസാക്കി തരുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ തരുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ നല്ലൊരു ഷാൻഡൂൺ മെറ്റീരിയൽ, അത്യാവശ്യം ഒരു കട്ടി പോലെയുള്ള ഒരു ഷാൻഡൂൺ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ലൈനിങ് ഉപയോഗിക്കുമ്പോഴും നല്ല ഭംഗിയില്ല, നല്ല ഫിനിഷിങ്ങിൽ നിൽക്കാവുന്ന ഒരു മെറ്റീരിയലാണേ. ഇതാണ് ചുരിദാറിൻ്റെ ഇത് വരുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു ഷെയ്ഡുണ്ട്. നമ്മൾ ഈ യെല്ലോ എന്ന് കേൾക്കുമ്പോൾ എന്ത് യെല്ലോ ആവുമോ എന്നൊക്കെയുള്ളൊരു ഇതുണ്ടാവില്ലേ, നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ. നല്ലൊരു കളറാണ്, യെല്ലോയിലുള്ള ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് ഇതേപോലത്തെ ഇതായിട്ട് ഒട്ടും പൊതി നിൽക്കാതെ. ഇപ്പം എല്ലാം ഇങ്ങനത്തെ ഓർഗൻസയിലാണ് കേട്ടോ. ടിഷ്യൂ ഓർഗൻസ, ക്രഷ്ഡ് ഓർഗൻസ, അങ്ങനെ ഓർഗൻസയിൽ മിക്സ് ചെയ്താണ് ഇപ്പോഴത്തെ മെറ്റീരിയലുകൾ ഇറങ്ങുന്നത് കേട്ടോ. ഒക്കെ ടിഷ്യൂവിൽ മിക്സ് ചെയ്യും, അല്ലെങ്കിൽ ഇതേപോലെ ക്രഷ്ഡ് ഓർഗൻസ വരും, വിസ്കോസ് ഓർഗൻസ വരും, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അതിലുള്ള വർക്കുകളാണ് ഇറങ്ങുന്നത് കേട്ടോ. ഇതേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. 1500, അതായത് 1500 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു ഫ്രീ ഷിപ്പിംഗ് ആണ്. ഞാൻ പറഞ്ഞു ബൈ പോസ്റ്റ് ആയിരിക്കും അയക്കണത്. നമ്മുടെ ഷോപ്പ് അല്ലെങ്കിൽ മാക്സിമം നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഷോപ്പ് നിൽക്കുന്നത് വരാപ്പുഴ മാർക്കറ്റ് റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ തൊട്ട് സൈഡിൽ അപ്സ്റ്റെയറിലായിട്ട് ഞങ്ങളുണ്ട്. ഇതേപോലത്തെ മെറ്റീരിയലിൻ്റെ കളക്ഷൻസും മാലകളുടെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഫാൻസി ആയിട്ടും മാലകൾ, അതായത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള മാലകളുടെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും നമുക്ക് സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റാവുന്ന, ചുരിദാറിൻ്റെ കൂടെ അങ്ങനെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ ആയിട്ടുള്ളത് കേട്ടോ. അങ്ങനത്തെ മാലയുടെയും ചുരിദാറിൻ്റെയും സാരിയുടെയും എല്ലാം അത്യാവശ്യം ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കൂടെ ഒന്ന് ചാറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കാണിച്ചു തരാവുന്നതാണ് മെറ്റീരിയലും കളക്ഷനുകളൊക്കെ ആയിട്ട്. അത്യാവശ്യം ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ വീഡിയോസ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലെല്ലാം. സിൻ്റെ ബുട്ടിക്ക് ZINT കേട്ടോ ബുട്ടിക്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് സെർച്ച് ചെയ്താലും മതി കേട്ടോ. നമുക്കെല്ലാം കാണാം അതിലുള്ളത് എന്താണ്, ഷോപ്പിലുള്ള മാക്സിമം വിധം ഐറ്റംസൊക്കെ ഞാൻ കയറ്റിയിട്ടുണ്ട്, വീഡിയോസ് ഉണ്ട്, അപ്ലോഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കാം, എന്ത് ഇഷ്ടമുള്ളത് നമുക്ക് കേട്ടോ പർച്ചേസ് ചെയ്യാം കേട്ടോ. വേണ്ടില്ലത് ഇതാണ് മെറ്റീരിയൽ വരുന്നത്.
നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ഗോൾഡൻ യെല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കളർ എപ്പോഴും നമ്മുടെ ഒരു കളക്ഷനിൽ ഉണ്ടാവും. കാരണം ഒരു മെഹന്തി അങ്ങനത്തെ ഒക്കെ ഒരു ഫംഗ്ഷന് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു യെല്ലോ ഷെയ്ഡുകളാണ്. അപ്പോൾ അതിനുള്ള ഒരു കളക്ഷൻ എല്ലാവരുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കളറിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാവില്ലേ. അതെ, അതിന് പറ്റിയ നല്ലൊരു ഇതാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 1500 രൂപ വരുന്നുള്ളൂ. അത്യാവശ്യം നല്ലൊരു ഫങ്ഷൻ വെയർ ആണ് കേട്ടോ. കാരണം അതിൻ്റെ ഗോൾഡൻ ത്രെഡ് വന്നിട്ടുള്ള വർക്കും താഴത്തെ പോർഷനിലുള്ള ഹെവി വർക്കും ദുപ്പട്ടൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. യൂസ് ചെയ്യാം, റഫായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് വാഷ് ചെയ്യാം. വീട്ടിൽ എല്ലാം ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം തോന്നില്ല കേട്ടോ. വീട്ടിലൊക്കെ ഒന്ന് സൂക്ഷിച്ചൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന മെറ്റീരിയലുകളാണേ. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യാം കേട്ടോ. താങ്ക്